നമ്മളൊരു ഭക്തൻ ഒരു സമർപ്പണം അവിടെ നടത്തുന്നു, സ്വർണ്ണമായിക്കോട്ടെ എന്താ അത് ആ ഭക്തന് അത് എന്തെങ്കിലും ആവശ്യത്തിന് തിരിച്ചെടുക്കാം എന്തെങ്കിലും അവകാശമുണ്ടോ? സാധ്യമല്ല. കാരണം ഒരു ഭക്തൻ ഇത് ഓഫറിങ്സ് ആണ്. അത് നമ്മുടെ ടെമ്പിൾ, നമ്മുടെ ക്ഷേത്രം, ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തന്മാർക്ക് സാധനങ്ങളായിട്ടോ പണമായിട്ടോ സംഭാവന ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഭാവന ചെയ്യുമ്പോൾ തന്നെ അതിന് ഇപ്പോൾ പണമാണെങ്കിൽ അതിന് ക്യാഷ് റെസിപ്റ്റ്, അതെ, അതല്ല ഇതുപോലുള്ള സാധനങ്ങളാണ് സ്വർണം, വെള്ളി, പട്ടുപരിവട്ടം, അതല്ല മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം ഇങ്ങനെയുള്ളതാണെങ്കിൽ അതിന് 3A എന്ന് പറയുന്ന ഒരു രസീതുണ്ട്. അതിലിതിൻ്റെ വിവരണങ്ങളുണ്ട്. അത് ഭക്തൻ്റെ പേര്, സമർപ്പിച്ച സാധനം, അതിൻ്റെ വിവരണങ്ങൾ, ഇതെല്ലാം തൂക്കം, മാറ്റ് ഇതെല്ലാം എഴുതി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. അതിൽ എൻട്രി ഇത്രാം തീയതി ഇന്ന സാധനം വന്നിരിക്കുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറി ഓഫീസർ എന്ന അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്. അപ്പോൾ അദ്ദേഹം ഇത് പരിശോധിച്ചിട്ട് ഈ വന്ന സാധനങ്ങളിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ട സ്വർണം, വെള്ളി വകകളെല്ലാം റീറ്റെയിൻ ചെയ്യും, വെങ്കലങ്ങൾ റീറ്റെയിൻ ചെയ്യും, ഓട് റീറ്റെയിൻ ചെയ്യും, ചെമ്പ് റീറ്റെയിൻ ചെയ്യും, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരമൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറയും, ലേലം ചെയ്യാം. അതിന് വേറെ ഒരു രജിസ്റ്റർ ഉണ്ട്, അതൊരു പ്രൊസീജിയറുണ്ട്, ലേലം നോട്ടീസുണ്ട്, ആ ലേല പരസ്യമുണ്ട്. അത് പരസ്യ ലേലം ചെയ്ത് അതിന് കിട്ടുന്ന പണം അടച്ച് റെക്കോർഡ് ചെയ്യും. അതുവരെ അപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 4-ാം നമ്പർ ഇത് വാല്യുബിൾസിൻ്റെ റെക്കോർഡിൽ ചേർക്കുക എന്ന് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ആർക്കും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചില ഭക്തന്മാർ ചാർത്തുന്ന സാധനം അവർക്ക് പ്രത്യേക നാളുകളിൽ അവിടെ ഇത് ഭഗവാനെ അണിഞ്ഞ് കാണണം എന്ന് നിർബന്ധിക്കുന്നെങ്കിൽ അതിന് അവരെ കൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുപ്പിക്കും, പോളിസി എടുപ്പിക്കും. പുറത്തെടുക്കുമ്പോൾ അല്ല, ഇത് നഷ്ടപ്പെട്ടാൽ പോളിസി എടുപ്പിച്ചിട്ട് ഇത് ശ്രീകോവിലെ ശാന്തിക്കാരൻ്റെ റെസിപ്റ്റ് വാങ്ങിച്ച് അദ്ദേഹത്തെ ഇൻട്രസ്റ്റ് ചെയ്യും. അല്ല എങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ അല്ലെങ്കിൽ ക്ഷേത്രം മാനേജർ അവരുടെ ചെറിയ ലോക്കറിൽ ഇത് സൂക്ഷിച്ച് ഈ ഭക്തൻ്റെ താല്പര്യപ്രകാരം ഇപ്പം തിഥി, നക്ഷത്രം, മാസം ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ അത് ചാർത്തി അദ്ദേഹത്തിൻ്റെ വഴിപാട് പൂർത്തീകരിച്ചു കൊടുക്കും. അങ്ങനെ അല്ലാത്ത സാധനങ്ങൾ നിത്യോപയോഗത്തിലില്ലെങ്കിൽ ഉടൻ തന്നെ ഇത് ഞങ്ങൾക്ക് 20 ഗ്രൂപ്പുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പാറശാലം മുതൽ പെരുമനം, തൃശ്ശൂർ പെരുമനം വരെയുള്ള, പെരുമനം ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഒരു പൂജ ഞങ്ങൾക്കും ഒരു പൂജ കൊച്ചിൻ ദേവസ്വം, അവിടെ വരെയാണ് ഞങ്ങളുടെ ലിമിറ്റ്.